ഇരിക്കിരിക്കി. സുശീല ഇരിക്കി. ഊണ് കഴിച്ചായിരുന്നു? ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ആ, ഞാനിന്ന് കുറച്ച് നേരത്തെ കഴിച്ചു. മാഷ് സാധാരണ പോലെ ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങിയോ? എനിക്കങ്ങനെ ആഹാരത്തിൽ നിയന്ത്രണമൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ഇന്നാ ശരിക്കും ഒന്ന് ഊണ് കഴിച്ചത്. ശേഖരൻ ഇവിടെ ഉണ്ട്. എന്നെ ഒന്ന് കാണാൻ വേണ്ടി അവിടുന്ന് ആരോടും പറയാതെ ഇറങ്ങി വന്നാണെന്നാ പറഞ്ഞത്. സുശീല അറിഞ്ഞു കാണുമല്ലോ. ആ, അറിഞ്ഞു. അയാൾക്ക് തോന്നിയതുപോലെ നടക്കാനാണെങ്കിലേ അതൊന്നും അവിടെ പറ്റില്ലെന്ന് പറഞ്ഞേക്കണേ മാഷേ. കഴിയുമെങ്കിൽ ഇനി അയാളോട് അങ്ങോട്ട് തിരിച്ചു വരാതിരിക്കാൻ മാഷൊന്ന് പറയണം. എനിക്കും എന്റെ മക്കൾക്കും അയാൾ ആ വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ല. അതെനിക്കറിയാലോ. ശേഖരനെ അവിടുന്ന് മാറ്റാൻ നിങ്ങൾ തീരുമാനം എടുത്ത കാര്യവും ഞാൻ അറിഞ്ഞു. അത് ശേഖരനും അറിയാം. അയാളും അതിന് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. ഒരു കണക്കിന് തല്ലും വഴക്കൊന്നുമില്ലാതെ പോകാൻ തീരുമാനിച്ചത് നന്നായി. പോകുന്നയാൾക്കും വിഷമമില്ല, പോയി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു സമാധാനമാവും. അദ്ദേഹത്തിന്റെ ബാഗൊക്കെ അവിടെ ഉള്ളത്, അത് എടുക്കാൻ അങ്ങോട്ട് വരാലോ അല്ലേ? ഓ, എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിലെടുത്തിട്ട് പോകാൻ പറയണം. അല്ലാതെ അതും ഇതും വെച്ച് മറന്നൊന്നും പറഞ്ഞ് വീണ്ടും തിരിച്ചു വരാൻ ഇടയുണ്ടാക്കരുത്. എന്തായാലും ഇത്രയും നാളൊക്കെ ആയില്ലേ, പോയി നിൽക്കാൻ കൃത്യമായിട്ടൊരിടം കിട്ടുന്നവരെ അവിടെ തന്നെ അങ്ങ് നിന്നോട്ടെ. എന്ന് വെച്ച് ഒരുപാട് ദിവസമൊന്നും നിർത്താൻ പറ്റില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ സുശീലോട് പറയട്ടെ. ശേഖരൻ ഇന്ന് വേണമെങ്കിലും അവിടുന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് തയ്യാറാണ്. പക്ഷെ അവസാനമായി അവൻ ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. സുശീല മനസ്സ് വച്ചാൽ ആ ആഗ്രഹം നടക്കും. എന്താഗ്രഹം? ഈ വരുന്ന തിരുവോണത്തിന് കുടുംബത്തോടൊപ്പം ശേഖരന് കഴിയണം. മക്കളോടൊപ്പം ഇരുന്ന് തിരുവോണ സദ്യ ഉണ്ണണം. അത് സുശീലയ്ക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? ആന്റി, ഇപ്പോഴും ദൈവം ആന്റിയുടെ കൂടെ തന്നെ. ബിഗ് ടിക്കറ്റ് അടിച്ചത് ശേഖരനാണെങ്കിലും 20 കോടി വാങ്ങാൻ പോകുന്നത് ആന്റി ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ട സുശീലെ. സുശീല ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. സമയമുണ്ടല്ലോ. ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. അതിന് താമസിക്കാനൊരിടം കിട്ടിയാലല്ലേ പോകൂ. അതുവരെ അവിടെ ഉണ്ടല്ലോ. ഞാൻ നോക്കട്ടെ മാഷേ. ശരി, നോക്കിയിട്ട് മതി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങുക. ഇനി അയാളുടെ ഊരുതണ്ടലൊന്നും പറ്റില്ല. ഇന്ന് തന്നെ അവിടെ കയറി ഇരുന്നോളാൻ പറയണം.
അവക്കെന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. ദൈവം തോന്നിപ്പിച്ച മാറ്റമാണോ അതോ ഇതിന്റെ പിന്നിൽ വേറെ വല്ല കുനിഷ്ടബുദ്ധിയുണ്ടോ?